സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ്, നല്ലൊരു പ്രഭാതം. നമ്മളിന്നലെ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. ഓക്കെ, നല്ലൊരു കിടിലൻ ഗ്രൗണ്ട്. സാംബുയിങ്ങ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. നമ്മളുള്ളത് മിസോറത്തിലാണ്. ചെറിയ ഗ്രാമത്തിലെ ഗ്രാമീണ അന്തരീക്ഷം. ചായയൊക്കെ കുടിച്ച് സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചായക്ക് ഇതാ പഴമുണ്ട്, ബെന്നുണ്ട്, ഇപ്പോൾ എടുത്ത് വെച്ചാൽ നമ്മൾ ബിസ്ക്കറ്റ്സ് ഉണ്ട്. നായ്ക്കുട്ടിയൊക്കെ ഇവിടെ കണ്ടമാനം നായ്ക്കളുണ്ട്. നമ്മളിന്നലെ ഈ വീട്ടുകാരാണ് നമുക്ക് സെറ്റാക്കി തന്നത്. അപ്പോൾ ഇവർ ഇന്നലെ പറഞ്ഞിരുന്നു ഇനി ഇവിടെ സെറ്റായില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ മേലെ ടെൻ്റ് അടിച്ചോളുന്നു. ഈ വീടിൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ഈ വീട് ഓട്ടോറിക്ഷ ഓടിക്കലാണ് ഈ വീട്ടിലെ ആളെ ജോലി. പക്ഷേ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഒറ്റ ഹാളാണിത്. കർട്ടൺ കൊണ്ടാണ് റൂംസും കാര്യങ്ങളൊക്കെ തിരിച്ചുള്ളത്. പക്ഷെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഡൈനിങ് ഹാളും കിച്ചണും എല്ലാ സെറ്റപ്പ് ഒറ്റ ഇതിലാണ്. പക്ഷേ നല്ല വൃത്തിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഉൾഭാഗത്ത് പോകത്ത് അവിടെ പ്രൈവസി പ്രശ്നം ഉണ്ടാവും. അവിടെ അവരുടെ വൈഫും കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ടേ. ഇതാണ് ആ അങ്ങാടി. ഒക്കെയാണ് നഗരത്തിലൊരു വീടുണ്ടാക്കി വെച്ചു. അതൊക്കെ വീടുകളാണ് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ മാതിരി വാർപ്പിൻ്റെ വീടുകളുണ്ട് ആക്കണോ ഉണ്ടല്ലേ. ഈ റോഡാണ് നമ്മൾ പോകാനുള്ളത്. ഈ വീടിൻ്റെ മേലെ നോക്കി പന്തലുണ്ടാക്കി വെച്ചാണ് മത്തൻ. നമ്മളെ വണ്ടി അതാ, ടെൻറ്റും വണ്ടിയും. ഇതാണ് ഗ്രൗണ്ട്, ഹെവി ഗ്രൗണ്ടാണ്. അപ്പം എന്നാൽ പോയൊക്കെ നമുക്ക് നിങ്ങളത് നമ്മളെ വീടിൻ്റെ മേൽഭാഗമാണ് നമ്മൾ കണ്ടിരുന്നത്. ഇവിടെയാണ് നമുക്ക് ടെൻ്റ് ആദ്യം സെറ്റാക്കാമെന്ന് പറഞ്ഞിരുന്നത്. കണ്ടില്ലേ, നല്ല കൃഷിയൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. നമ്മളെ വണ്ടി അതാ അവിടെ. പൂക്കളൊക്കെ നോക്കി ഇരിഞ്ഞിങ്ങനെ കടലാസ് പൂവ് നോക്കി. മത്തൻ വീടിൻ്റെ മേലെ തന്നെ കൃഷി ചെയ്ത് വെച്ചിരിക്കുക. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഓരോട് ഇങ്ങനെ പെർമിഷൻ ചോദിച്ചു കാണ്ടേ കയറിയതാണ്. ഞാൻ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. എങ്ങനെ കുമ്പള അതോ മത്തനാ? എന്നാ കുമ്പളയാറല്ലേ. അയ്യോ ഇറങ്ങി വെക്കുക ഓരോ സ്റ്റെപ്പ്. അവരെ വീടിൻ്റെ ഉൾഭാഗം നോക്കി. ഇതാണ് അവരെ വീടിൻ്റെ ഉൾഭാഗം നോക്കി. ഒറ്റ ഹാള് ഇതേ ഉള്ളൂ. ഈ ഹാളിൽ അവർ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. അത് നല്ല വൃത്തിയുണ്ട്. വെറുതെ സെറ്റ് ചെയ്തിട്ട് വെച്ചതല്ല. ഇവിടെ കുട്ടിക്ക് കിടക്കാനുള്ള ജുജുപ്പി അവിടെ അവന് കിടക്കാനുള്ളതാണ്. ഇവിടെ ഗസ്റ്റ് വന്നാൽ ഇരിക്കാനുള്ളത്. അതിൻ്റെ അപ്പുറത്ത് കിച്ചൺ ഇതാക്കണം നല്ല വൃത്തിയിൽ. ഇനി ഓരോ റൂം ഇതാ കർട്ടൺ ഇട്ട് കണ്ട് സെറ്റാക്കി വെച്ചു പോകണം. ഒക്കെ ഫില്ലർമേലാണ് അവർ ചെയ്തിട്ടുള്ളത് വാർപ്പ്. പക്ഷെ അത് നല്ല ഫിനിഷിങ്ങിൽ വൃത്തിയിൽ സെറ്റ് ചെയ്ത് വെച്ചു പോകണം. നമ്മൾ ഇത്രയും പോകുന്ന സ്റ്റേറ്റിൽ ഇങ്ങനെ സിംഗിൾ സെറ്റപ്പിൽ ഇത്ര വൃത്തിയിൽ ഇവർ മാത്രമായിട്ട് കണ്ടത്. പോരാൻ നേരത്തെ ഇവർ കുടിവെള്ളം വേണോ ചോദിച്ച്. അപ്പോൾ കുടിവെള്ളമൊക്കെ എടുത്ത് വണ്ടിക്ക് സെറ്റാക്കി. അയാൾ പറഞ്ഞു അർത്ഥം. ഞാൻ മേലക്കൊക്കെ പോയി, വീടിൻ്റെ മേലക്കൊക്കെ പോയി. അപ്പോൾ അവർക്ക് യൂട്യൂബ് തേയില വീഡിയോ വരിക എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അതൊക്കെ തന്നെ സെറ്റാക്കി നമ്മളും കുടിവെള്ളം എടുത്തിടുന്നു. ഇൻസ്റ്റാഗ്രാം 1 hour വീഡിയോ, ഫുൾ വീഡിയോ 1 hour നമുക്ക് വരും. താങ്ക് യു, വെൽക്കം. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ മിസോറത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായ കാഴ്ച കണ്ടപ്പം ഇറങ്ങിയതാണ് വണ്ടി സൈഡാക്കിയിട്ട്. എന്താണെന്ന് പോയി നോക്കാം നമുക്ക്. ഞാൻ കണ്ടു ജസ്റ്റ്. നല്ല നടവഴികൾ നോക്കി നിങ്ങൾ. അടിപൊളി കാഴ്ച. അതല്ല കേട്ടോ, ഇവിടെ ഒരു കുളമുണ്ട്. ആകെ കളറായി കിടക്കുക, മഞ്ഞ കളറൊക്കെയാണ് കുളം. ഓക്കെ, പക്ഷെ അത് 2 ആൾക്കാർ ഇങ്ങനെ എന്തൊക്കെയോ തപ്പിപ്പിടിക്കണം. മീനാണോ സംശയമുണ്ട്. നോക്കിയാണി കുളിക്കുക എന്തായാലും അല്ല, കാരണം അത്രയും വേസ്റ്റാണ്. ഇതിന് വേസ്റ്റാണോ അതിങ്ങനെ ആക്കണതാണോ എന്നറിയില്ല. അങ്ങോട്ട് പോകാനുള്ള വഴിയില്ലതാ. 2 ആൾക്കാർ നോക്കി. ഇപ്പം 3ാമതൊരാളും ചാടിട്ടോ. മൂപ്പര് കുളിക്കാനാ. പക്ഷെ വെള്ളം നല്ല വെള്ളാംശമുണ്ട്. മൂപ്പര് കുളിക്കാൻ അംശമുണ്ട്. അവർ മീൻ പിടിക്കുകയാണ് സംഗതി. അതഞ്ഞത് ഇങ്ങനെ തന്നെയാണോ അതും പിടുത്തം കിട്ടുന്നില്ല. ഈ വെള്ളം എന്തോ ഒരു പായൽ മാതിരി അയക്കുക. ഇവിടെ ഇതാക്കണം ഒരു കുളം. ഇവിടുത്തെ വരൊരു മിസോറത്തിൻ്റെ ഒരു കൾച്ചർ നോക്കിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഭൂപ്രകൃതിൻ്റെ ഒരു വേറൊരു ബോർഡ്. പക്ഷെ എന്തോ ഒരു ഇവിടെയുണ്ട് ഒരു പായൽ മാതിരി വെള്ളം. എല്ലായിടത്തും കടവുണ്ട് കേട്ടോ കുളിക്കാൻ. കവുങ്ങാണ് വരെ
മെയിൻ ഇവിടെ എല്ലായിടത്തും നമ്മൾ കവുങ്ങുണ്ട്. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ നല്ല തെളിയുള്ള നല്ല കവുങ്ങ്. ഇതൊക്കെ ആ വീട്ടുകാരതാണ് ഇപ്പോൾ ഈ കുളം. ഇത് ഈ വീട്ടുകാരിത്. ആ വഴികൾ കാണാൻ എന്തോ രസമല്ലേ, രണ്ട് സൈഡും ഇങ്ങനെ. ഇതാരും വീട്ടിലേക്കാണ് പോണത്. ട്രാവലിംഗ് ഓൾ ഇന്ത്യ ട്രാവലിംഗ്. ഫിഷ് ആ കേരള. ഇത് മീനിൻ്റെ കുളമാണ് സംഗതി. ഇല്ല എന്നാണ് ഒരു പറഞ്ഞത്. എല്ലായിടത്തും കൂടെ നടക്കുന്നുണ്ട്, പക്ഷെ ചളി ആവണില്ലല്ലോ. മേലെ ആ ഒരു പാടുണ്ടെന്നേ ഉള്ളൂ. പോയി നോക്കാം നമുക്ക്. മാനഴക്. ശരി, കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു സുഖം തടിമക്കൊക്കെ. ഇപ്പോൾ കുളിച്ച് ഇറങ്ങിയിട്ടാണോ അറിയില്ല കേട്ടോ. പുന്നക്കായി നോക്കി നിൽക്കണു. നമ്മൾ ഓട്ടർഷതാ ആകെ പൊടി അടിച്ച് പിടുത്തം വിട്ട് നിൽക്കണം. പോയി നോക്കാം. ഞങ്ങളെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം യാത്ര തുടങ്ങിയിട്ടുണ്ട്. നോക്കിയാണെങ്കിൽ മായ നല്ല അന്തരീക്ഷം ഒറ്റ അടിക്കണ മാറി വരും. പിന്നെ ഇരുട്ട് മൂടി മഴക്കാറ് വന്ന് ചെറിയ രീതിയിലുള്ള ഇടിയും മഴയുണ്ട്. വണ്ടിൻ്റെ ഉള്ളിൽ നല്ല രസമാണ് അങ്ങനെ പോകുമ്പോൾ. രണ്ട് സൈഡും കർട്ടണൊക്കെ ഇട്ട് കർട്ടൻ നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ കർട്ടണ സെറ്റ് ചെയ്തിട്ട് പുറം കാഴ്ച കാണും വേണം. ആ ഒരു സമയത്ത് പോയി നമ്മളെ യാത്രൻ്റെ ഒരു രസം കളയരുത് വെച്ചിട്ട് രണ്ട് സൈഡും ഇപ്പുറത്താക്കണേ ഫില്ലിം വണ്ടി എടുക്കണേ, ജാവി വണ്ടി ഓടിക്കണ്ട്. കോഴിക്കോട്ട് നമ്മളിപ്പോൾ മിസോറത്ത് നിന്ന് ആസാം വഴി ഇറങ്ങിയിട്ട് ഇവിടെ ലുംഡിങ് പോയിക്കൊണ്ടിരിക്കുക, നമ്മളെ മണിപ്പൂർക്ക് കയറാൻ വേണ്ടിയിട്ട്. റോഡ് വലിയ മോശമില്ല, അത്യാവശ്യം നല്ല റോഡാണ്. എന്നാലും ചില നേരത്ത് നല്ല കട്ടറൊക്കെ ഉണ്ട്. ഇതാണ് പുറം അവസ്ഥ. ഇവിടെ കാലാവസ്ഥ ഒറ്റയടിക്കാണ് ചേഞ്ച് ആവണത്. ഇവരെ പെരും വെയിലേനും ആ സമയത്താണ് ഇപ്പോൾ ഇതിങ്ങനെ കാലാവസ്ഥ. ഇപ്പം ഞങ്ങളെ വെല്ലങ്ങനിട്ട് പിടിച്ചാണ്. ഇപ്പോൾ ടോൾ ഗേറ്റിങ് ചെറിയ പ്രശ്നം ഉണ്ടാക്കിയൊക്കെ ഉണ്ടേനു. ഓൽക്ക് ഇവിടുത്തെ ലോക്കൽസാണ്. ഒരു 10 കിലോമീറ്റർ ടോൾ ഗേറ്റ് കൂടെ അങ്ങോട്ട് പോണേനി ഓൽക്ക് പൈസ കൊടുക്കാനാവില്ല പറഞ്ഞിട്ടുണ്ട്. ഇവർ പൈസ ഞാനുണ്ട് ഇവർ പറഞ്ഞില്ല കേട്ടോ. ടോൾ ഗേറ്റിങ് എത്ര പേയ്മെൻറ്റ് ഉണ്ട്? 100-150. പക്ഷെ ഇവരിവിടെ നാട്ടിലത്തെ ആൾക്കാരാണ്. ഇവർ 5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിറങ്ങിയതാണ്. ഇവരിന്ന് ക്യാഷ് ചോദിച്ചു പോകണം. ഇവർ ക്യാഷ് തരില്ല പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ്ട് പോന്നപ്പോൾ നമ്മളൊന്ന് വെലങ്ങനിട്ട് പിടിച്ചു. പക്ഷെ എന്നാൽ പോലെ ഇപ്പോൾ രസമായിട്ട് ഒരു ഫോട്ടോ എടുക്കലായും ചെയ്തു. അപ്പോൾ ഓൽക്കൊരു സമാധാനം, നമുക്കൊരു നേക്ക്. മറ്റേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ നിർത്തി കൊടുത്തില്ലെങ്കിലേ, വിലങ്ങരടുമ്പോഴൊക്കെ നിർത്തി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഓർക്ക് ദേഷ്യം വരും. പോലെ നാടല്ലേ, തട്ടിച്ചിലും മുടിച്ചിലൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ തീരുമാനമായിക്കോളും. നോക്കണം വണ്ടിയിൽ കയറിയൊക്കെ നോക്കുന്നുണ്ട്. ഡബിൾ CCTV പോയല്ലോ.